ഹലോ, അപ്പൊ ഇന്ന് ഡേ 16 ആണ്. ഇന്നലെ നൈറ്റ് പോസ്റ്റ് ചെയ്യേണ്ട വീഡിയോ ആണ്, പക്ഷെ ഇന്ന് ആഫ്റ്റർനൂൺ ആകുമ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോഴാണ് ഞാൻ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ്. പിന്നെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ രാവിലെ ഒരു 5 എണിക്കുന്നുണ്ട്, ഒരു ചാലഞ്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ. അതുകൊണ്ടാണ് ഞാൻ ഒരു 5:30 5:45 ഒക്കെ ആകുമ്പോൾ എന്റെ ആദ്യത്തെ ആ ഒരു വാം വാട്ടർ കുടിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ രാവിലെ ലേറ്റ് ആയിട്ട് എണീറ്റ് കഴിഞ്ഞാൽ അതിനനുസരിച്ച് കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ല, നിങ്ങൾ 8 മണിക്ക് എണീക്കുന്നത്, 9 മണിക്ക് എണീക്കുന്നത്, നിങ്ങൾ എണീക്കുന്ന സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റ് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം, പ്ലാൻ ചെയ്യാം. ആ ഒരു രീതിയിൽ കഴിച്ചാൽ മതി. ബട്ട് മിനിമം ഒരു 6 മീൽ പെർ ഡേ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് എത്ര കലോറി ആണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കഴിക്കാൻ നോക്കുക. ഓക്കെ. പിന്നെ ഇന്ന് ഞാൻ ജിമ്മിനകത്ത് ചെയ്ത് ബൈസപ്പ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു മൺഡേ എന്തായാലും ഒരു 5 ഡേയ്സ് പോകാം. അപ്പോൾ ഓരോ മസിൽസിനനുസരിച്ച് 1-2 മസിൽസിനനുസരിച്ച് ചെയ്യാന്ന് വിചാരിച്ച് അപ്പൊ ഇന്ന് ഫുള്ള് ചെയ്ത് ബൈസപ്പാണ്. പിന്നെ കുറെ പേര് ഷേക്സിന്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കഴിക്കണം. ഞാൻ ഓൾറെഡി രണ്ടാമത്തെ മൂന്നാമത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ പ്രോട്ടീൻ പൗഡർ പിന്നെയും ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന പ്രോട്ടീൻ പൗഡർ നല്ലതാണെന്ന് സജസ്റ്റും ചെയ്യുന്നില്ല. ഞാൻ മാക്സിമം ഫുഡിൽ തന്നെയാണ് വേണ്ട കലോറീസ് ആയിക്കോട്ടെ പ്രോട്ടീൻ ആയിക്കോട്ടെ എടുക്കാൻ നോക്കുന്നത്. പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യുന്നവരുണ്ടാവും, ബട്ട് എനിക്കത് ഏതാണ് നല്ലതെന്ന് അറിയില്ല, കാരണം ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ. ഏത് ഷേക്ക് കുടിച്ചാലും വൊമിറ്റ് ചെയ്യാൻ വരണമെന്ന് പറഞ്ഞ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒന്നില്ലെങ്കിൽ നിങ്ങൾ കോഫി പൗഡറോ ഇല്ലെങ്കിൽ ബൂസ്റ്റോ എന്നിട്ട് നോക്കാം. അത് കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ കഴിക്കുന്ന ബ്രെഡ് ഓംലേറ്റിന്റെ റെസിപ്പി, ഞാൻ 2 ബ്രെഡ് എടുക്കുക, അതിനെ ഞാൻ കട്ട് ചെയ്ത് വെക്കും. നിങ്ങൾക്ക് ഏത് ഇതിൽ വേണമെങ്കിൽ വെക്കാം. പിന്നെ 2 മുട്ട, ഇതിൽ നിങ്ങൾക്ക് 4 മുട്ട വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതിനെ കുറച്ച് ചില്ലി ഫ്ലേക്സും ഉപ്പൊക്കെ ഇട്ടിട്ട് അതിനിങ്ങനെ മേലെ ഈ ബ്രെഡിന്റെ ആക്കി വിടാം കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ 3 മുട്ട 4 മുട്ട ആണെങ്കിൽ ഒറ്റയടിക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. പിന്നെ അത് അതിന് ശേഷം ഒന്ന് തിരിച്ചിട്ടിട്ട് ഈ മേലെ ഈ ബ്രെഡിന്റെ മേലെ ഒന്നുകൂടി ഞാൻ ബട്ടർ, അതായത് ഞാൻ മാക്സിമം കുറച്ചുകൂടി എന്താ പറയുക കലോറി കൂടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് മേലെ പിന്നെ ചീസ് നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ, അതിന് 2 ചീസാണ് എടുക്കുന്നത്. അതിനിങ്ങനെ കട്ട് ചെയ്ത് ഓരോ ബ്രെഡിന്റെ മേലായിട്ട് വെച്ചിട്ട് പിന്നെയും കുറച്ചൊരു ചില്ലി ഫ്ലേക്സ് കുറച്ചൊരു സ്പൈസി ആവാനായിട്ട് ഇട്ട് പിന്നെ അതിനെന്തെങ്കിലും കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മേലോട്ട് ഇടും. അപ്പൊ നമുക്ക് 2 പീസായിട്ട് കിട്ടും. ഇതിനകത്ത് 2 മുട്ടയുണ്ട്, 2 ചീസും ഉണ്ട്. അതുകൊണ്ട് അത്യാവശ്യം നല്ല ലെവലിൽ ഒരു ഹെവി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് ആവും. ഇതിനകത്ത് നിങ്ങൾക്ക് 3 മുട്ടയോ എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണം അനുസരിച്ച് ഇടാം കേട്ടോ. പിന്നെ ഈവനിങ് ആയതുകൊണ്ട് 2 മുട്ടയാണ് ഇതിനകത്ത് മെയിൻലി എടുക്കലുള്ളത്. ആൻഡ് അതിന് മേലെ നമുക്ക് ടേസ്റ്റിന് എന്താ പറയുക ഒറിഗാനോയോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇടാം. ഇന്ന് രാത്രി ഞാനത് ഒരു ഡിന്നർ കഴിച്ചാൽ അതിനുശേഷം വേറെ ഒന്നും കഴിക്കാൻ നിന്നില്ല. അപ്പൊ ഇതുകൂടി കഴിച്ചിട്ട് ഞാൻ ആ ഒരു ഡേ വൈൻഡപ്പ് ചെയ്ത്